ഈ വർഷത്തെ മകരസംക്രമ പൂജ മകരവിളക്ക് ദിവസമായ ഈ മാസം 15-ന് പുലർച്ചെ 1:29 നടക്കും. വർഷങ്ങൾക്ക് ശേഷമാണ് അതിരാവിലെ മകരസംക്രമ പൂജ സന്നിധാനത്ത് നടക്കാൻ പോകുന്നത്. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുന്ന മുഹൂർത്തത്തിലാണ് സംക്രമ പൂജയും അഭിഷേകവും. മകരവിളക്കുത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. വളരെ അപൂർവമായ സമയത്ത് സന്നിധാനത്ത് മകരസംക്രമ പൂജയും സംക്രമ അഭിഷേകവും നടക്കുവാൻ പോകുന്നത്. ഈ മാസം 15-ന് പുലർച്ചെ 1:29 മകരസംക്രമ പൂജ നടക്കുക. തുടർന്ന് സംക്രമ അഭിഷേകവും നടക്കും. രാത്രി 1 മണിക്കും 1:30ക്കും ഇടയ്ക്കാണ് സംക്രമ പൂജ. അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു സംക്രമ പൂജ നടക്കും. അതിനുശേഷം അതിൻ്റെ സ്നാനഘട്ടത്തിൽ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന അഭിഷേകം അവിടെ പൊട്ടിച്ച് അവിടെ അഭിഷേകം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന സമയം കൂടിയാണിത്. സംക്രമ പൂജയും സംക്രമ അഭിഷേകവും പൂർത്തിയാക്കിയ ഉടൻ വീണ്ടും നടയടയ്ക്കും. പിന്നീട് പുലർച്ചെ 3-ന് നട തുറന്ന ശേഷം മാത്രമേ തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകൂ. അന്ന് വൈകിട്ടാണ് മകരജ്യോതിയും മകരവിളക്കും സന്നിധാനത്ത് ദർശിക്കാനാകുക. മകരസംക്രമ പൂജയോടനുബന്ധിച്ച് ഈ മാസം 13 മുതൽ സന്നിധാനത്ത് ശുദ്ധിക്രിയകൾ ആരംഭിക്കും. 13-ന് പ്രാസാദ ശുദ്ധിക്രിയയും 14-ന് ബിംബശുദ്ധിയും നടക്കും. ഈ മാസം 20 വരെയാണ് തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകുക. ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.